പെൺകുട്ടിയല്ല, നോർമലി എല്ലാ മനുഷ്യരെയും ആളുകൾ പല രീതിയിൽ ഷെയിം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബോഡി വെയിറ്റിന്റെ പേരിലായിരിക്കാം, നിറത്തിന്റെ പേരിലായിരിക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ ആളുകൾ ഷെയിം ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഈ ഷെയിം ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പൊ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എഴുതുന്നുണ്ട്, ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് നമുക്ക് തന്നെ കോപ്പപ്പ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. പക്ഷെ ഇപ്പോഴും കുറെ ആൾക്കാർ ആ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരാളുകളുടെ അടുത്ത് പൂജയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പൊ ഭയങ്കര പാവമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർ തലേ കയറി ഇരിക്കാൻ നോക്കുള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചിലപ്പോ പുറകെ ഇരുന്ന് കുറ്റം പറയും, ഓ ഇവള് സഹിക്കാൻ പറ്റില്ല, ജാടയാ എന്നൊക്കെ പറയും. പക്ഷെ മുഖത്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. സ്വയം വർക്ക് ചെയ്യണം നമ്മളിൽ തന്നെ. നമ്മൾ തന്നെ ആ ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തണം. ഇത് ഞാൻ ഇങ്ങനെയാണ് എന്ന് തന്നെ തീരുമാനം എടുത്ത് അത് നമ്മൾ തന്നെ എഴുതി നമുക്കത് രജിസ്റ്റർ ആകുന്ന വരെ എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ അത് ഇനി തൊട്ട് ഇതാണ് ഞാൻ. പിന്നെ ഈ കൃത്യമായിട്ട് ഈ ബൗണ്ടറീസ് ഭയങ്കര ക്ലീശേ വാക്കാണ് ഇപ്പോൾ, പക്ഷെ അതൊരു എസെൻഷ്യൽ കാര്യമാണ്. അത് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരാണെങ്കിലും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആന്റി, കുഞ്ഞമ്മ, അമ്മായി, ഇത് ആരും ആവാം. അപ്പൊ ആര് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ചിലതിന് ആവശ്യമുള്ളതിന് മാത്രം റെസ്പോണ്ട് ചെയ്യുക, ഇങ്ങനെ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക. അത് അങ്ങനെ നമ്മൾ സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്തെടുത്താലേ ഇതിനൊരു നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ഇതില് കരഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ കാര്യമാണെങ്കിലും കുറെ പേര് ഇത് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പൊ ഇതിന് ഹെൽപ്പ് സീക്ക് ചെയ്ത് പോയിട്ട് സ്വന്തമായിട്ട് മാറ്റം വരുത്താൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും അല്ലാതെ ഇത് കാർഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വർക്ക് ചെയ്താലേ നമുക്ക് ഒരു എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ജീവിക്കണം. അപ്പൊ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുറച്ച് ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് വെൽതി ആയിട്ടുള്ള സ്പേസസിലുള്ള ആൾക്കാർ ഇത് പലപ്പോഴും ഇതൊരു കാർഡായിട്ട് ഒരു അവരുടെ ലേസിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ കാർഡായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഇത് പക്ഷെ അല്ലാതെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ അവരെന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള സ്പേസിലെ ആൾക്കാർ ഇവര് കൃത്യമായിട്ട് ഇവരെ തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ റെഗുലർലി ചെയ്യുകയും എത്ര മരുന്ന് കഴിക്കുകയും അത് എന്നിട്ട് ജീവിതത്തില് ഒന്ന് മുന്നേറാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള അവരുടെ ഒരു സ്ട്രഗിളും കണ്ടിട്ടുണ്ട്. ചില സമയത്ത് അപ്പൊ യു ഷുഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. അല്ലാണ്ട് നമ്മൾ തീരുമാനിക്കാണ്ട് നമ്മൾക്ക് മാറാൻ പറ്റില്ല. ഇത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ആൻഡ് ദിസ് ഇസ് ദി ഏജ് വെയർ വിമൻ ആർ ടേക്കിംഗ് ഏജൻസി. അപ്പൊ ഇനിയിപ്പോ എന്ത് വന്നാലും നമ്മള് എത്ര ട്രോമയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ അടുത്ത് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോഗ്രാഫറിന്റെ എതിരെ. എന്നിട്ട് അറസ്റ്റിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കുട്ടി ഒരു മാസം മുന്നേ എനിക്ക് ഇതേ പറഞ്ഞ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആയ വീഡിയോ ഒക്കെയാണ്. അപ്പൊ ഈ കുട്ടി എനിക്ക് പേഴ്സണൽ ഇൻബോക്സിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന എന്റെ സുഹൃത്തായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ആ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടിക്ക് കേസ് കൊടുക്കണമെങ്കിൽ ഞാൻ പറയാം. കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആ വ്യക്തിയായിട്ട് എനിക്ക് ബന്ധമില്ല, പറയാനുമില്ല. അപ്പൊ ഈ കുട്ടിയാണെങ്കിലും ഒരു മാസം മുന്നേ എനിക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടിക്ക് ആണെങ്കിൽ കേസ് കൊടുക്കാൻ എല്ലാ തെളിവുകളും ഉണ്ട്. അപ്പൊ ആ കുട്ടി പറയാണ്, എനിക്ക് എന്റെ ജീവനിൽ പേടിയാണ്. ഞാൻ പറഞ്ഞു, പൊന്നു കുട്ട, ലൈക്ക് അവന് ഈ പറഞ്ഞ വ്യക്തിക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. പിന്നെ ഒന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇഫ് യു ആർ റെഡി, നമ്മൾ മെന്റലി റെഡി ആയിട്ട് ആവുന്ന സാഹചര്യം എന്തായാലും കേസ് കൊടുക്കണം എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി കേസ് കൊടുത്തു എന്നുള്ള കിക്കുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊരു ആ ജേർണി എടുക്കാൻ നമുക്ക് എങ്ങനെയാണ് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അത് സെൻസിറ്റീവ്ലി നമ്മൾ ഡീൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാം ഇപ്പൊ
ഇതേ പറഞ്ഞ പോലെ എല്ലാത്തിലും നമുക്ക് കയറി പ്രതികരിക്കാനും പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു പോസിബിലിറ്റി, നമുക്കൊരു സമയം, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട്, ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവർക്ക് കുറെ പേരായിട്ട് ജോലി എടുക്കേണ്ടി വരും. അതിനൊന്നും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇവര് ചിലപ്പോ ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും ഈ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയലല്ല ആക്ടിവിസം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ബെൽ ഹുക്സിന്റെ ഒരു പുസ്തകം, ഓൾ അബൌട്ട് ലവ്. ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഫെമിനിസ്റ്റുകളിൽ ഒന്നാണ് ബെൽ ഹുക്സ്. ഞാനൊരു ഫെമിനിസ്റ്റ്, കംപ്ലീറ്റ്ലി സോർട്ടഡ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ആണെന്ന് പറയില്ല. ഫെമിനിസ്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് ഞാൻ പറയൂല. എന്താ വെച്ചാൽ അത്രയും കണ്ടീഷനിങ് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബെൽ ഹുക്സിന്റെ പുസ്തകത്തിലൊക്കെ ഉള്ളൊരു സെൻസിറ്റിവിറ്റി ഉണ്ട്. എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു രീതി, അവരുടെ ഒരു സർക്കംസ്റ്റാൻസിനെ മനസ്സിലാക്കുന്ന ഒരു സ്പേസ്, അവിടെ നിന്നുകൊണ്ടാണ് ഇവര്, അത് സൊസൈറ്റിയിലാവാം, കുടുംബപരമായിട്ടുള്ള ട്രോമാസ് ആയിരിക്കും, ട്രാൻസ്ജനറേഷണൽ ട്രോമാസ് ഉണ്ടാവും, അതൊക്കെ വെച്ച് അതൊക്കെ അംഗീകരിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ എനിക്കൊക്കെ അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സെൻസിറ്റിവിറ്റിയാണ് നമ്മൾ ഇവിടെ മിസ് ചെയ്യുന്നത് ഇവിടുത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണം. ഇപ്പൊ മലയാള സിനിമ ഒരുപാട് മാറി, ഒരുപാട് മാറ്റത്തിലൂടെ സഞ്ചരിച്ചു. ഇനി എന്തൊക്കെയാണ് ഇപ്പൊ ടെക്നിക്കലി ആയാലും ഒരു എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മലയാള സിനിമയിൽ വേണ്ടത് എന്ന് പൂജയ്ക്ക് തോന്നുന്നത്, ഈ ഒരു ഫിലിമില് വർക്ക് ചെയ്യുന്ന ഒരാളെ? എനിക്ക് എപ്പോഴും തോന്നുന്നത്, എനിക്ക് ഇവന്തോ കണ്ടന്റ് ഭയങ്കര അടിപൊളിയാന്ന് പറയുന്ന മലയാള സിനിമ, എനിക്കിപ്പോഴും തോന്നുന്നത് എഴുത്തുകാർ കുറവാന്ന് തോന്നുന്നുണ്ട്. നല്ല എഴുത്തുകാരുടെ ഒരു ക്ഷാമം. മീൻസ് പുറത്തുള്ള ആൾക്കാർ പറയും അല്ല, മലയാളമാണ് ഏറ്റവും നല്ല കണ്ടന്റും എഴുത്ത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് എഴുത്തുകാരുടെ ഒരു ദാരിദ്ര്യം മലയാളത്തിനുണ്ടെന്ന്. ഒരു ഭയങ്കര സൂപ്പർഫിഷ്യൽ. പക്ഷെ ഒരു 80കളിലെ മലയാള സിനിമയ്ക്കൊന്നും ആ ദാരിദ്ര്യം ഇല്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഇപ്പത്തത് ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നരേറ്റീവ്, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് മലയാള സിനിമ. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട, അത്രയ്ക്കും ടാലന്റ്, മീൻസ് അത്രയ്ക്കും കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ഒരു നല്ല എഴുത്തുകാരുടെ ക്ഷാമമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ളത് തന്നെ ഒരു നമ്മൾ പറയുന്ന 2-3 ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു നല്ല കൺസിസ്റ്റന്റ്ലി നല്ല, ഇപ്പൊ ശ്യാമുഷ്കരനെ പോലെയോ, ഒരു ശ്യാമുഷ്കരൻ കഴിഞ്ഞിട്ട് അതേപോലെ കൺസിസ്റ്റൻസി ഉള്ള എഴുത്തുകാർ നമ്മൾ എങ്ങനെയാ കണ്ടിട്ടുള്ളത്? ഇപ്പൊ ഷഹി കബീർ ആണെങ്കിൽ നമ്മൾ പറയും ഒരു പെർട്ടിക്കുലർ ജോണർ ഓഫ് സിനിമ, അത് പുള്ളിക്കാരന്റെ കയ്യിൽ സേഫ് ആണ്. അത് കൺസിസ്റ്റന്റ്ലി നമുക്ക് പറയാം, ഷഹി കബീർ, ശ്യാം പുഷ്കരൻ. അല്ലാതെ നമുക്ക് ആരെയൊക്കെയാണ് നമുക്ക് എഴുത്ത് പറയാൻ പറ്റുന്നത്? എനിക്കൊന്ന് നല്ല എഴുത്തുണ്ടായാലും നമുക്കൊരു നല്ല ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ടന്റ് വരുള്ളൂ. അത് സമൂഹത്തിനെയും പ്രതിഫലിക്കും, അതേസമയത്ത് ആ പറയുന്ന കാര്യത്തിനെയും പ്രതിഫലിക്കും. പണ്ടത്തെ ഒരു 80s 90s സിനിമകളിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതില്ല തോന്നിയിട്ടുണ്ട്. വാട്ട് ഈസ് സിനിമ ടു യു? എനിക്ക് എന്റെ ജോലിയാണ്, മൈ ഓഫീസ് സ്പേസ്. അല്ലെങ്കിൽ അല്ലാതെ ആസ് എ നോർമൽ ഓഡിയൻസ് എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ മഴയൊക്കെ പെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും കണ്ടൊന്ന് സ്ട്രെസ് റിലീഫ് അടിക്കണം, സിനിമ കാണാം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ എന്ന് പറയുന്ന പരിപാടിയാണ് സിനിമ. കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്ന ആളാണ്. എനിക്ക് അതാ ഇഷ്ടം. എനിക്ക് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് ചവചപ്പാന്ന് ആരെങ്കിലും സംസാരിച്ചാൽ തന്നെ എനിക്ക് ദേഷ്യമാണ്. അപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണാൻ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി കുറേ രസമായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കൊന്ന് ഇത്രയും ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എൻജോയ് ചെയ്യുന്ന വേറൊരു മീഡിയം ഇല്ല. അത് ചിലപ്പോൾ ഇവൻച്വലി അത് മാറുമായിരിക്കും. ഇപ്പൊ വരെ അത് സിനിമയാണ്. അതിൻ്റെ ഒരു സ്കെയിൽ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. എന്താണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രേക്ഷകരോടായി ഒരു കാര്യം പൂജ ആസ് ആൻ ആക്ടർ പറയാനുള്ളത്? എല്ലാവരും പറയുന്ന പോലെ സപ്പോർട്ട്, കണ്ട് അഭിപ്രായങ്ങൾ പറയാ, സപ്പോർട്ട് ചെയ്യുക.
അതൊക്കെ തന്നെ. നിങ്ങളൊക്കെ സിനിമ കണ്ട് വർക്ക് ചെയ്താലേ നമുക്കത് കൂടുതൽ ജോലിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ആവുള്ളൂ. ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി കുറയുക തന്നെ ചെയ്യും. ഇറ്റ്സ് ഓൾ, അവരാണ് ദൈവം, പ്രേക്ഷകരാണ് ദൈവം. അപ്പോൾ അത് എല്ലാ സിനിമകളും കാണുക, അഭിപ്രായങ്ങൾ പറയാം, അതൊക്കെ തന്നെ. നമ്മൾ ഈ ഇന്റർവ്യൂവില് അധികം ബിയോണ്ട് പൂജ ആസ് ആൻ ആക്ടർ ആണ് കൂടുതലായിട്ട് സംസാരിച്ചത്. അതായത് ആളുകൾ സിനിമയിൽ നിൽക്കുന്ന നിങ്ങളെ ആളുകൾക്ക് അറിയാം, ഇപ്പൊ വേഷങ്ങളായാലും അറിയാം, പക്ഷെ ആളുകൾക്ക് എപ്പോഴും അവർക്ക് എന്താണ് ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യത്തില് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. അൺകംഫർട്ടബിൾ ആക്കിയിട്ടില്ല. ഇല്ല, ഓക്കെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് ഒരേ കാര്യം പറയുന്നതിനെക്കാട്ടിയും നല്ലല്ലേ ഇഷ്ടമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച്. താങ്ക് യു. ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഇനിയും നമ്മൾ ഒരുപാട് ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ സ്ക്രീനിൽ പറ്റട്ടെ. താങ്ക് യു.